പശ്ചിമ ബംഗാളിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയ വീട്, നല്ല വൃത്തിയുള്ളൊരു വീട് കണ്ടാൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഉണ്ടാക്കിയാണ്. ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നൊക്കെയുള്ള ആളുകൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള നഗ്നസത്യം ഒരുപക്ഷെ മോദി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. യുപിയിലൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും വളരെ ദയനീയമാണ് എന്നുള്ളതാണ്. സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമാണ്. ഇവിടെ റോഡുകളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റോഡുകളില്ല, പാലങ്ങളില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പുള്ളി റോഡ് മാർഗം വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം റോഡില്ലല്ലോ ഇവിടെ. പക്ഷേ മോദി നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൈകഴുകലെങ്കിൽ അത് വെറുതെ കൈകഴുകൽ മാത്രമാണ് എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു നിയമസഭാ സാമാജികനാകാനുള്ള ഒരു മെയ്വഴക്കമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് നേമത്തുള്ള ജനങ്ങൾക്കറിയാം എന്നുള്ളതാണ്. പിന്നെ നേമത്ത് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ നേമം സ്വർഗമായി മാറും, തേനും പാലും ഒഴുകും എന്നൊന്നും മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മോദി കുറേ ഗ്യാരണ്ടികൾ പറയുന്നുണ്ട്. മതേതരബോധമൊക്കെയുള്ള നല്ല ജനങ്ങൾ തന്നെയാണ്, ചിന്താശേഷിയൊക്കെയുള്ള ജനങ്ങളൊക്കെ തന്നെയാണ് കേരളത്തിൽ. കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവാം, പക്ഷേ എല്ലാ ആളുകളും അത്തരത്തിൽ മാറി ചിന്തിക്കുമെന്നൊന്നും മോദി പ്രതീക്ഷിക്കരുത്. അദ്ദേഹം കണ്ട മറ്റ് സ്റ്റേറ്റ് അല്ല കേരളം എന്നുള്ളത് ഈ 9-ാം തീയതിക്ക് ശേഷം മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ് ഈ പറയാനുള്ളത്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വന്നിട്ട് വികസനമില്ലാത്ത നാടാണ് കേരളം എന്ന ഒരു പ്രതിപാദനം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഈ അവസരത്തിൽ നേമത്തിൻ്റെ MLA-യും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള വി ശിവൻകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വികസിത നേമത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ഒരു വികസനത്തിൻ്റെ ഒരു റൂട്ട് മാപ്പും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെത്തി കേരളത്തിലെ ആളുകളെ അപമാനിക്കുകയാണോ ചെയ്തിരിക്കുന്നത്, അതോ കേരളത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്? മോദി നേരത്തെയും ഈ കേരളത്തെക്കുറിച്ചിട്ട് സോമാലിയൊക്കെ പോലെ ഉള്ളൊരു സ്ഥലമാണ് കേരളം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോൾ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ പല തെരഞ്ഞെടുപ്പുകൾക്കും പ്രചാരണത്തിനായിട്ട് കേരളത്തിൽ വന്നു എന്നും കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ശരിക്കും കേരളം സഞ്ചരിച്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത്തരത്തിലൊരു പ്രസ്താവന നടത്തില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കേരളം മറ്റ് സ്റ്റേറ്റുകളെയൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ പല ഒറ്റ കാര്യം മാത്രം പറയാം. കേരളത്തിൽ 34 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ട്. കേരളത്തിൽ ഒരു വികസനമില്ലാത്ത സ്ഥലമായിരുന്നെങ്കിൽ, ഒന്നും നടക്കാത്ത സ്ഥലമായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തിനാണ് ഇത്രയും അതിഥി തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നത്? അപ്പം നമ്മൾ ബംഗാളിലൊക്കെ പോകുന്ന സമയത്ത്, പശ്ചിമ ബംഗാളിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയ വീട്, നല്ല വൃത്തിയുള്ളൊരു വീട് കണ്ടാൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഉണ്ടാക്കിയാണ്. അവിടെയുള്ള പല ഗ്രാമീണർക്കും മലയാളികളോട് കേരളക്കാരെ കാണുമ്പോൾ വലിയ ബഹുമാനമാണ്. കാരണം അറബികൾ വന്ന പോലെയാണ് അവിടെയുള്ള ആളുകൾ കാണുന്നത്. അത്ര ഹിന്ദി ഹൃദയഭൂമി ാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. പിന്നെ ബംഗാളും ആസാമും കഴിച്ചാൽ പിന്നെ ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നൊക്കെയുള്ള ആളുകൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള നഗ്നസത്യം ഒരുപക്ഷെ മോദി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഈ ബാർബർമാർ ഒട്ടുമിക്ക ആളുകൾ ഉത്തർപ്രദേശിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറേ ആളുകളെ ബാർബർമാരെ പരിചയപ്പെട്ട പഞ്ചാബിൽ നിന്നുണ്ട്. കുറേ പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെയുള്ള ബാർബർമാരാണ് ഇപ്പോൾ ഈ ഇവിടെയുള്ള എല്ലാ ബാർബർ ഷോപ്പുകളിലും ജോലി ചെയ്യുന്നത്. അപ്പം മോദി പറയുന്ന ഇവിടെയുള്ള യുവാക്കളൊക്കെ നാടുവിടുകയാണ്, ഇവിടെ രക്ഷയില്ലാത്തതുകൊണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം പോരാ എന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടി വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയും പിന്നെ നമ്മുടെ മലയാളികൾക്കിടയിൽ കുറച്ചും കൂടി സമ്പന്നതനാവാൻ വേണ്ടിയും കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം ഒക്കെ ആഗ്രഹിച്ചാണ് പലരും വിദേശത്തേക്ക് പോയത്. കേരളം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ വിദ്യാഭ്യാസ പുരോഗതി നേടാനും ഒക്കെ കഴിഞ്ഞത്. കാരണം പല സ്ഥലങ്ങളിൽ യുപിയിലൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും വളരെ ദയനീയമാണ് എന്നുള്ളതാണ്. സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമാണ്. ഈ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കറിയാം അവിടങ്ങളിലൊക്കെ ഈ നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച വികസനം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അതല്ല എന്നുള്ള മനസ്സിലാക്കേണ്ടത്. കേരളം കാസർഗോഡ് തൊട്ട് അല്ലെങ്കിൽ മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരം വരെ കഴിഞ്ഞാൽ ഒറ്റ നഗരമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് കാണണം. ഇപ്പോൾ ലോകത്തിൽ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ് അങ്ങനെ തന്നെ ഒറ്റ നഗരമായി മാറിയ ഒരു ചരിത്രമൊന്നും എവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ റോഡുകളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റോഡുകളില്ല, പാലങ്ങളില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പുള്ളി റോഡ് മാർഗം വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം റോഡില്ലല്ലോ ഇവിടെ. അപ്പം ഇവിടെ നല്ല റോഡുകളുണ്ട്, ശരിയാ. ദേശീയപാത വികസനം അദ്ദേഹം എടുത്തു പറഞ്ഞ വേറൊരു സംഭവം, കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ദേശീയപാത വികസനം എൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ഇത് ആരംഭിച്ചത്, അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിലൊരു വസ്തുതയുണ്ട്. കാരണം ദീർഘകാലമായി ഈ
ഈ പിന്നെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നതല്ലാതെ ഒരു കാര്യവും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുന്നതൊക്കെ. അത് സർക്കാരും കേരള സർക്കാരും ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ മോദി നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൈകഴുകലെങ്കിൽ അത് വെറുതെ കൈകഴുകൽ മാത്രമാണ് എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നേമത്ത് മത്സര രംഗത്ത് വളരെ ശക്തമായ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച ഒരു മണ്ഡലമാണ് ഈ നേമം എന്ന് പറയുന്നത്. നേമം തന്നെ കഴക്കൂട്ടം, നേമം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഇവരുടെ പ്രദേശങ്ങളെല്ലാം വലിയ രീതിയിൽ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാരണം. പിന്നെ മാത്രമല്ല BJPക്ക് ആകെ ആദ്യം ഒരു ഒറ്റ സീറ്റ് വിജയിപ്പിക്കാൻ കഴിഞ്ഞ മണ്ഡലം എന്ന് പറയാം 2016 ആ ഒറ്റ സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് O രാജഗോപാലായിരുന്നു അവിടെ നേമത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചത്. പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്നും BJPക്ക് ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അന്ന് കുമ്മനം രാജശേഖരനായിരുന്നു സ്ഥാനാർത്ഥിയായി വന്നത്. പക്ഷേ കുമ്മനത്തിന് മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞില്ല. BJPക്ക് അതിശക്തമായ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല കുമ്മനം ഈ O രാജഗോപാൽ ജയിച്ചതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. O രാജഗോപാൽ എന്ന വ്യക്തി ദീർഘകാലമായി പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് തോൽക്കാനായി ജയിച്ചവൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിനെതിരെ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ടാവുകയും രാഷ്ട്രീയവും അതൊന്നും നോക്കാതെ തന്നെ കുറേ ആളുകൾ അദ്ദേഹത്തോട് സ്നേഹം ഉണ്ടാവുകയും അങ്ങനെ ആണ് അദ്ദേഹം അവിടെ അത്തവണ വിജയിച്ചെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ BJPക്ക് ഏറ്റവും ശക്തമായ സ്ഥലമായിരുന്നു എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയും അത് റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങളല്ല, അല്ലെങ്കിൽ വോട്ടിംഗ് രീതിയല്ല മറ്റ് പിന്നെ നിയമസഭാ മണ്ഡലത്തേക്കാണ് തെരഞ്ഞെടുപ്പ്. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്നു. BJP ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ BJPക്ക് കുറച്ച് ശക്തിയുള്ള സ്ഥലങ്ങളും കൂടിയാണ്. പക്ഷേ ആ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മന്ത്രി എന്ന നിലയിൽ ശരിക്കും ശിവൻകുട്ടിക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ഉള്ള ജനങ്ങൾക്കിടയിൽ ശിവൻകുട്ടിക്ക് നല്ല ഒരു സ്വീകാര്യതയുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ശബരിനാഥാണ്. അപ്പം ശബരിനാഥ് കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ഡലത്തിൽ മത്സരിച്ച ആളല്ലെങ്കിൽ പോലും ഇപ്പോൾ കൗൺസിലർ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് G. കാർത്തികേയന്റെ മകൻ എന്ന ആ കൺസിഡറേഷനൊക്കെ തീർന്നു, അവസാനിച്ചു. അതൊക്കെ അരുവിക്കരയിലെ വിജയവും അതിന് ശേഷമുള്ള പരാജയവും ഒക്കെ വരുമ്പോഴേക്കും പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഞാനൊരു വീട്ടിലേക്ക് ശബരിനാഥൻ കയറി ചെല്ലുന്ന സമയത്ത് G. കാർത്തികേയൻ മോനെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മധ്യവയസ്കായിട്ടുള്ള ഒരു സ്ത്രീ ശബരിനാഥനെ ഒരു മകന്റെ സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. അല്ല, അത് തീരെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിത്വം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു യുവ കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിലുള്ള സ്വീകാര്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം ഒന്ന്, മലയാളത്തിൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളതൊക്കെ അദ്ദേഹം വലിയ വ്യവസായിയാണ്, വലിയ വികസന കാഴ്ചപ്പാടൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ ഇടപെടാൻ പറ്റും, എത്രത്തോളം സ്വീകാര്യത ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ വലിയ സംശയമുണ്ട് എന്ന് തന്നെയാണ് നമ്മളിൽ പറയേണ്ടത്. രേഷേട്ടാ, അത് കൂടാതെ മറ്റ് ചില 2 കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ ഒന്ന് പരാമർശിച്ചു പോകേണ്ടതുണ്ട്. കാരണം അതായത് ഈ സുരേഷ് ഗോപിയെ തൃശ്ശൂർ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പാലും തേനും ഒഴുക്കും എന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോകുന്നത്. പക്ഷേ 2 ബഡ്ജറ്റുകൾ അതിനുശേഷം കഴിഞ്ഞു, എന്നിട്ടും ഇപ്പോഴും എയിംസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. നമ്മൾ കരുതിയിരുന്നത് എന്താണ്, സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ചില വികസന പദ്ധതികളുടെ പ്രഖ്യാപനമൊക്കെ തൃശ്ശൂർ ഉണ്ടാകും, അല്ലെങ്കിൽ കേരളത്തിലുണ്ടാകും എന്നാണ് കരുതിയിരുന്നത്. കാരണം തൃശ്ശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തും BJP വന്നു എന്ന് നമ്മൾ കരുതുക. അതോടൊപ്പം തന്നെ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ 2, 3, 4 സീറ്റുകളിൽ കൃത്യമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള BJP, ആ BJPയുടെ ഒരു MPയെ തന്നെ കേരളത്തിൽ നിന്ന് സംഭാവന ചെയ്തിട്ടും BJP അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേന്ദ്രത്തിന് ആകെപ്പാടെ കിട്ടിയത് കടലാമകളുടെ ഒരു പദ്ധതി മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ കരുതുക. അതുകൂടാതെ തന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം BJPയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വരുമെന്നും വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം നടക്കുമെന്നും ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. VV രാജേഷ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വന്നു, നഗരം ചുറ്റി
കണ്ടിട്ട് തിരിച്ചുപോയി എന്നതിനപ്പുറത്തേക്ക് നഗരവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയുടെയും പ്രഖ്യാപനം നടന്നിട്ടില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒരു കാരണവശാലും ഒരു മുനിസിപ്പാലിറ്റിയെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനെ ദത്തെടുത്തുകൊണ്ട് അവർക്കായിട്ട് പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാനായിട്ട് പ്രധാനമന്ത്രിക്ക് സാധിക്കത്തില്ല എന്നുള്ളൊരു പ്രായോഗിക ബുദ്ധി കേരളത്തിലെ BJP-കാർക്ക് ഇല്ല എങ്കിലും കേന്ദ്രത്തിലുള്ള ബ്യൂറോക്രാറ്റുകൾക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ മണ്ടത്തരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ കാര്യങ്ങളോ നടക്കാതിരുന്നത്. അതുകൂടാതെ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് വീട്ടുകാർ ഈ ഒരു പ്രശ്നത്തെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആര്യരാജേന്ദ്രൻ്റെ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് വളരെ സുതാര്യമായിട്ടാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, മായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം മാറ്റം ആഗ്രഹിച്ചു, അതിനനുസരിച്ചൊരു മാറ്റം തിരുവനന്തപുരത്തിന് കൊടുത്തു. പക്ഷെ വന്ന മാറ്റം എന്ന് പറയുന്നത് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തെ തകർക്കുന്നു, അവിടുത്തെ കുടിവെള്ള വിതരണത്തെ തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കായിട്ട് വരുമ്പോഴത്തേക്ക് അതുകൂടി പൊതുജനം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതൊക്കെ എല്ലാ കാര്യങ്ങളും, അതായത് പ്രാദേശികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇത് നിയമസഭാ ഇലക്ഷനാണ്. അപ്പോൾ നിയമസഭാ ഇലക്ഷനിലേക്ക് ആര് പോകണം എന്നതിനെക്കുറിച്ചൊക്കെ വോട്ടർമാർക്കിടയിൽ കൃത്യമായ ധാരണയുണ്ടെന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിന് അനുകൂലമായ ചില വോട്ടിംഗ് പാറ്റേണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഏതാണ്ട് വിജയത്തിനടുത്ത് വരെ വന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് തിരുവനന്തപുരം സിറ്റി പോലും അറിയില്ലായിരുന്നു മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം അവിടെ സ്ഥിരതാമസക്കാരനാക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നു. അപ്പോൾ തീർച്ചയായും തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അദ്ദേഹം മാറുന്നു. അദ്ദേഹം അങ്ങനെ ദീർഘകാലമായി രാഷ്ട്രീയ പാരമ്പര്യമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവൊന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹം വ്യവസായി എന്നുള്ള രീതിയിൽ, ഇതൊരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ, അപ്പോൾ വ്യവസായി എന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നിയമസഭാ സാമാജികനാകാനുള്ള ഒരു മെയ്വഴക്കമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് നിയമത്തുള്ള ജനങ്ങൾക്കറിയാം എന്നുള്ളതാണ്. പിന്നെ നേമത്ത് അദ്ദേഹം നേരത്തെ സിബി സൂചിപ്പിച്ചതുപോലെ നേമത്ത് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ നിയമം മൊത്തം സ്വർഗമായി മാറും, തേനും പാലും ഒഴുകും എന്നൊന്നും മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മോദി കുറേ ഗ്യാരണ്ടികൾ പറയുന്നുണ്ട്. പക്ഷേ ഈ മോദി ഗ്യാരണ്ടി ഒന്നും കേരളത്തിൽ പലപ്പോഴില്ല. കേരളത്തിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ BJP ഇതുവരെ അധികാരത്തിൽ വരാത്ത സ്റ്റേറ്റാണ്, പക്ഷേ എങ്കിൽ പോലും വികസന കാര്യത്തിൽ അതൊന്നും ഞാൻ നോക്കാറില്ല, എല്ലാം കൃത്യമായി കൊടുക്കേണ്ടതാണ്. വയനാട്ടുകാരോട് പോയി പറയണം, ചുരൽമലയിലും ഒക്കെ പോയി എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്നുള്ളത്. ഈ നേരം വരെ, നമ്മൾ ഈ നിമിഷം വരെ വയനാട്ടുകാർക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് തമാശയായിട്ട് മാത്രം കാണണം. അതുകൊണ്ട് മോദിക്ക് ഒരു ഷോ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു, മോദി ഷോ നടത്തി, മോദി തിരിച്ചുപോയി. നേരത്തെ തൃശ്ശൂരിൽ വന്നിരുന്നു, ഒരു ഷോ നടത്തി, അവർ തിരിച്ചുപോയി, പാലക്കാട് പ്രസംഗിച്ചു. ഇന്നാണെങ്കിൽ അദ്ദേഹം തിരുവല്ലായിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമായിരുന്നു. തിരുവല്ലായിൽ വലിയ പ്രസംഗം കാഴ്ചവെച്ചു, അവിടെ ഷോ മാത്രം നടത്തി അദ്ദേഹം തിരിച്ചുപോയി. അപ്പം അനൂപ് ആന്റണിക്ക് വേണ്ടിയാണ് അദ്ദേഹം തിരുവല്ലയിൽ വന്നത്. അദ്ദേഹം അനൂപ് ആന്റണിയെ കുറിച്ച് ഒരുപാട് പൊക്കി സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി എനിക്ക് വേണ്ടി അദ്ദേഹം ഈ രാജ്യം മൊത്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ തിരുവല്ലയിൽ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയണമായിരുന്നു, അതൊന്നും പറഞ്ഞിട്ടില്ല എന്നുകൂടി നമ്മുടെ ഇതിൽ കാണേണ്ടിയുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് എന്നും യാതൊരു തരത്തിലും ഒന്നും പേടിക്കാനൊന്നും ഇല്ലെന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഇല്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ ഞാൻ ശ്രമിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തീരും എന്നുള്ളത് കൂടി ആളുകൾ മനസ്സിലാക്കണം, വോട്ടർമാർ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നേമത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു റോഡ് ഷോ നടന്നതുകൊണ്ട് നേമത്തിലുള്ള ആളുകളെല്ലാം അപ്പം തന്നെ ഇനി എന്നാൽ മോദിക്കൊരു വോട്ട് എന്നാണ് പറയുന്നത്, അല്ലാതെ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് എന്നല്ല, അല്ലെങ്കിൽ അനൂപ് ആന്റണിക്ക് വോട്ട് എന്നല്ല അദ്ദേഹം പറയുന്നത്. കേരളത്തിലുള്ള 140 മണ്ഡലങ്ങളിലെയും എൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണമെന്ന്, മോദിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്, വികസനത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടതെന്നാണ് BJP പറയുന്നത്. അപ്പം ഇന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സീറ്റൊക്കെ നമ്മൾ തന്നാൽ കേരളത്തിൽ വലിയ വികസനങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ വാഗ്ദാനങ്ങൾ നൽകിയൊന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, അല്ലെ കേരളത്തിലെ വോട്ടർമാരെ അത്തരത്തിൽ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. നല്ല ജനാധിപത്യ ബോധവും ഒക്കെയുള്ള, മതേതര ബോധമൊക്കെയുള്ള നല്ല ജനങ്ങൾ തന്നെയാണ്, ചിന്താശേഷിയൊക്കെയുള്ള ജനങ്ങൾ തന്നെയാണ് കേരളത്തിൽ. കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവാം, പക്ഷേ എല്ലാ ആളുകളും അത്തരത്തിൽ മാറി ചിന്തിക്കുമെന്നൊന്നും മോദി പ്രതീക്ഷിക്കരുത്. അദ്ദേഹം കണ്ട മറ്റ് സ്റ്റേറ്റ് അല്ല കേരളം എന്നുള്ളത് ഈ 9-ാം തീയതിക്ക് ശേഷം മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ് ഈ പറയാനുള്ളത്.